ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ജനുവരി 22 ഉപവിയുടെ കന്യകയായ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുകയും അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവർ ലേഡി ഓഫ് ചാരിറ്റി 1692. പട്ടാള മേധാവിയായിരുന്ന ലൂയിസ് ജിമെനസിസ് തൻ്റെ എസ്റ്റേറ്റിലുള്ള കപ്പേളയിൽ പ്രതിഷ്ഠിക്കുവാനായി ഉപവി കന്യകയുടെ ഒരു സ്വരൂപം സ്പെയിനിൽ നിന്നും കൊണ്ടുവന്നു. എന്നാൽ 1691 പ്രസ്തുത എസ്റ്റേറ്റ് കത്തി നശിച്ചു. നാശാവശിഷ്ടങ്ങളിൽ നിന്നും കണ്ടെത്തിയ മാതാവിൻ്റെ സ്വരൂപത്തിന് ഒരു തരത്തിലുള്ള കേടുപാടുകളും ഇല്ലായിരുന്നുവെന്ന് മാത്രമല്ല, മാതാവിൻ്റെ മുന്നിൽ കത്തിച്ചു വെച്ചിരുന്ന ദീപവിളക്ക് അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്നതായും കാണപ്പെട്ടു. ഇത് ജനങ്ങളിൽ വലിയ വിശ്വാസത്തിനും പ്രശസ്തിക്കും ഹേതുവായി. കറാക്കാസിലെ രൂപത അധ്യക്ഷൻ 1692 ജനുവരി 22 ഈ അത്ഭുത സ്വരൂപം വിശുദ്ധ സെബാസ്റ്റ്യൻ്റെ നാമധേയത്തിലുള്ള ലോസ് റയസ് എന്ന ഇടവക ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുകയും അവിടെ മാതാവിന് വേണ്ടി ഒരു തീർത്ഥാടന കേന്ദ്രം ആരംഭിക്കാൻ അനുവാദം നൽകുകയും ചെയ്തു. ഇത് 1725 പൂർത്തിയായി. എല്ലാ മാസവും 22-ാം തീയതി രാവിലെ മാതാവിൻ്റെ സ്വരൂപം വഹിച്ചുകൊണ്ട് നഗരവീഥികളിൽ പ്രദക്ഷിണം നടന്നു വരുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ജീവിതത്തിൻ്റെ പ്രകാശം അണഞ്ഞു പോകുന്നു എന്ന് ചിന്തിക്കുന്ന നിമിഷത്തിൽ വലിയ പ്രകാശമായ ഈശോയുടെ സന്നിധിയിൽ നിന്നും അനുഗ്രഹം പരിശുദ്ധ അമ്മ വഴി നമുക്ക് ലഭിക്കുമാറാകട്ടെ. വിശ്വാസപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ശംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.